ഷീന്യൂസ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും കുഴപ്പമില്ല. ഒഴിച്ചു കൊടുത്ത് നമുക്ക് 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ചുവപ്പ് കളർ വരണം, നല്ലൊന്ന് മൂത്ത് വരണം. അതിന് വേണ്ടി ഞാൻ ഇളക്കുന്നുണ്ട്. അതിലേക്ക് ഒന്ന് മൂത്ത് വരാനായിട്ട് 1 സ്പൂണ് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായി ഇളക്കി കഴിഞ്ഞ് ഞാൻ അതിലേക്ക് 1/2 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പച്ചമണം മാറട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. അതിലേക്ക് ഒരു 2 കറിവേപ്പില ചെറുതായി അരിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതാടില്ലേ, നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതെങ്ങനെ 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നല്ല ഒക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് 1 സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറാനായിട്ട് നമുക്ക് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ലേശം ഒരു 1/4 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 സ്പൂണ് ഒരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി പരത്താത്. അതിലേക്ക് ഞാൻ ഈ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുഴുങ്ങി വെച്ച ഈ കോഴിമുട്ട ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെ. അവർക്ക് എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതെല്ലാം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ മാവ് എടുത്ത ഒരു പാത്രം തന്നെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. മിക്സിയിൽ മിക്സാക്കിയ സാധനം ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ബാറ്റർ. അപ്പോൾ അതങ്ങനെ ഈ പരുവത്തിലാവണം. ഇതാണ്ട, അതുകൊണ്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഓരോന്നായി ചുട്ടെടുക്കാം. അപ്പോൾ നമുക്കിതെടുത്ത് അപ്പം ചുട്ടെടുക്കാം. മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇതാണ്ട് അങ്ങനെ ചുറ്റിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാതും ചുട്ടെടുക്കാം. ഞാൻ ഉണ്ടാക്കി വെച്ച അപ്പത്തിനെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തീറ്റ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഫില്ലിങ് ഇട്ട് കൊടുത്ത് ഞാൻ അതിലേക്ക് മുട്ട ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് വെള്ളത്തിൽ കലക്കിയതാണ്. ആ പേസ്റ്റ് നമുക്ക് ഇതിവിടെ തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തിട്ട് ഇത് എന്താണെന്നറിയോ, ഇത് മുട്ട പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ മടക്കി കൊടുക്കാം. അതിങ്ങോട്ടും മടക്കി കൊടുക്കാം. എന്നിട്ട് 2 സൈഡ് അതുപോലെ നമുക്ക് പക്ഷെ തേച്ച് കൊടുക്കാം. മൈദമാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് തേച്ച് കൊടുത്തിട്ട് ഇതിന് മടക്കിയെടുക്കാം. ഇങ്ങോട്ട് ഇതാ, ഞാൻ എല്ലാം ഇതുപോലെ മടക്കിയെടുക്കുന്നുണ്ട്.
അതുപോലെ എല്ലാം ഞാൻ മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ മതി, കൂടുതലൊന്നും വേണ്ട. കുറച്ച് എണ്ണ എടുത്ത് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ ഈ മടക്കി വെച്ച പപ്സ് ഇട്ട് കൊടുക്കാം. എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. അപ്പം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ എല്ലാതും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നമുക്ക് മറിച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഫ്ലെയിം ഓഫാക്കി നമുക്കത് മാറ്റി വെക്കാം. അപ്പം ഞാനിതെല്ലാം കോരിയെടുക്കുന്നുണ്ട്. നല്ല രുചിയുള്ളൊരു വിഭവമാണ് പപ്സ്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പപ്സാണ്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. 4 മണിക്ക് സ്കൂൾ വിട്ട് കുട്ടികൾക്ക് വരുമ്പോൾ കൊടുക്കാനൊക്കെ പറ്റുന്നൊരു റെസിപ്പിയാണ്. കട്ടൻ ചായ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കഴിക്കാൻ. നല്ല രുചിയുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ മുറിച്ച് കാണിച്ചു തരാം. വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ രുചിയുണ്ട്, കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതിലും ജോറായി. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.